സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. മലപ്പുറത്തെ 14-കാരനെ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവം പരിശോധനയ്ക്ക് അയച്ചു. നിപ്പ പ്രോട്ടോകോൾ പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കർണാടക ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനായി തിരച്ചിൽ തുടരുന്നു. പരിശോധനയ്ക്കായി ബംഗളൂരുവിൽ നിന്ന് റഡാർ എത്തിച്ചു. ഇന്നലെ രാവിലെ നമ്മൾ ഒരു തവണ വിളിച്ചപ്പം ഫുൾ റിങ് ചെയ്തിട്ട് വീണ്ടും ഓഫായിപ്പോയി. ഒരുപക്ഷെ റേഞ്ച് വന്നതുകൊണ്ട് റിങ് ചെയ്ത് ഓഫായതാവാം, ഫോണിൽ ചാർജ് തീർന്നതാവാം. PS ലാസ്റ്റ് ആ സ്ഥലത്താണെന്നുള്ളത് നമ്മൾ അവിടെ എത്തിയത് മുതൽ അവരുടെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ ഉള്ള ആളുകൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനും കൂടുതൽ മനസ്സ് അവിടെ ഉള്ള ആളുകൾ കാണിച്ചിട്ടില്ല. അർജുനായുള്ള തിരച്ചിൽ തൃപ്തിയില്ലെന്ന കുടുംബം. വടക്കൻ യൂറോപ്പിലെ ലാറ്റ്വിയയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മലയാളി വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടരുന്നു. ഇടുക്കി ആനച്ചാൽ സ്വദേശി ആൽവിൻ ഷിൻഡോ ഒഴുക്കിൽപ്പെട്ടത് സുഹൃത്തുക്കൾക്കൊപ്പം തടാകത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. തിരച്ചിൽ കാര്യക്ഷമമല്ലെന്നും കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും കുടുംബം. കുവൈറ്റിൽ തീപിടുത്തത്തിൽ 4-അംഗ മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. അബാസിയിൽ മരിച്ചത് പത്തനംതിട്ട സ്വദേശികളായ മാത്യു മുളയ്ക്കലും കുടുംബവും. അവധിക്ക് നാട്ടിലായിരുന്ന കുടുംബം കുവൈറ്റിൽ തിരിച്ചെത്തിയത് ഇന്നലെ. നീറ്റ് UG പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. സെന്റർ തിരിച്ചുള്ള പട്ടിക NTA പുറത്തുവിടുന്നത് സുപ്രീംകോടതി നിർദ്ദേശത്തിനെ തുടർന്ന്. നീറ്റ് പരീക്ഷ ചോർച്ചയിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി അറസ്റ്റിൽ. വനിതാ ഏഷ്യ കപ്പ് 2020-ൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. ജയം 7 വിക്കറ്റിന്. 3 വിക്കറ്റ് വീഴ്ത്തിയ ദീപ്തി ശർമ്മ മത്സരത്തിലെ താരം.